സന്തോഷ് വാർഡ് മെമ്പറാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്ന്, മടവൂരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച് താങ്കൾക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ, സഹിക്കാവുന്നതിനപ്പുറമുള്ള ഒരു സംഭവമാണ്. എൻ്റെ വാർഡില് പുളിമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 4:30 മണിയോടുകൂടി മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കൃഷ്ണേന്ദുവിന്റെ വീടിന്റെ ഫ്രണ്ടില് എല്ലാ ദിവസവും അവിടെയാണ് സ്കൂൾ ബസ് കൊണ്ട് നിർത്തി ഈ കുട്ടി ഇറങ്ങാറ്. അപ്പോൾ കൃഷ്ണേന്ദുവിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടില് കൃഷ്ണേന്ദുവിന്റെ പിതാവിന്റെ മൂത്ത സഹോദരൻ താമസിക്കുന്നുണ്ട്. ആ വീട്ടിലാണ് ഈ കുട്ടി ഇരിക്കാറ്. അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വേറൊരു വീടുണ്ട്, അവിടെ ഈ 2 വീട്ടിലാണ് ഈ കുട്ടി ഇരിക്കാറ്. അപ്പോൾ ഈ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് വണ്ടി മുന്നോട്ടെടുത്ത സമയത്ത് ഈ കുട്ടി മുന്നോട്ട് ഓടിയെന്നാണ്, കുറച്ചൊന്ന് മുന്നോട്ട് ഓടി എന്നാണ് പറയുന്നത്. ഓടിയപ്പോഴും അവിടെ റോഡിലുണ്ടായിരുന്ന എന്തോ ഒരു കേബിളോ വയറങ്ങാണ്ട് കിടന്നു, അതിൽ കുരുങ്ങി കുട്ടി ബസ്സിന്റെ അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ ബസ് കയറി ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയാണ് ബസ് നിന്നതെന്ന് ഇവിടുത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞാൻ ആ സംഭവ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തി. ആംബുലൻസ് അറേഞ്ച് ചെയ്ത് വണ്ടി അതിനകം തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. വളരെ വളരെ വിഷമം, ദുഃഖകരമായൊരു സംഭവം. ആ കുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്താണ്. അപ്പോൾ അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. അച്ഛനെ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛനെ വിളിക്കാൻ ആൾ പോയിട്ടുണ്ട്. ഒരു സഹോദരനുണ്ട് കൃഷ്ണേന്ദുവിന്, കൃഷ്ണനുണ്ണി. മടവൂര് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് കൃഷ്ണനുണ്ണി. അപ്പോൾ എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്, ദാരുണമായ സംഭവമാണ് മടവൂരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സ്കൂൾ ബസ് തലയിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. വിവരങ്ങളാണ് MG പ്രദേശ് നൽകിക്കൊണ്ടിരുന്നത്.